എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാരറ്റിലേക്ക് സ്വാഗതം. അശ്വതി നക്ഷത്രക്കാർക്ക് നവംബർ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. പനിയായിട്ട് ആണ് ഇത്രയും ദിവസം വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. എല്ലാവരും ക്ഷമിക്കുക. ഇപ്പോഴും പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നുമില്ല. എന്തായാലും നമ്മൾ ഇന്ന് റീഡിംഗ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് നവംബർ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Sun, Strength, Nine of Wands, King of Cups, King of Pentacles, Eight of Cups. ആദ്യം തന്നെ സൺ കാർഡാണ്, സൺ എനർജി. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ലൈഫ് വളരെയധികം സ്വാതന്ത്ര്യത്തോടു കൂടി ആഗ്രഹിച്ചൊരു ജീവിതം നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ പറ്റുകയും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ജീവിതത്തെക്കുറിച്ചിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഏത് രീതിയിലാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു. മാത്രമല്ല പൊതുവിൽ നിങ്ങളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യമാണ്. ജീവിതം ആസ്വദിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. ആളുകൾ നിങ്ങളിലേക്ക് കൂടുതലായിട്ട്, അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അനുസരിക്കുന്നു, മറ്റുള്ളവർ മനസ്സിലാക്കുന്നു, അവർ കൺവിൻസ്ഡ് ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സെൽഫ് ഡൗട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. എനിക്കിത് ചെയ്യാൻ പറ്റുമോ, എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളൊക്കെ ചിന്തയുള്ള ആളുകൾ ആ ഒരു സെൽഫ് ഡൗട്ട് നിങ്ങളെന്ന് മറിയാണ്. അതായത് എന്നെക്കൊണ്ട് പറ്റും, എനിക്ക് അതിനുള്ള കഴിവുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങളിൽ നിറയുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നെഗറ്റീവ് എനർജീസ്, നിങ്ങളുടെ ചുറ്റുമുള്ള ബാഹ്യമായിട്ട് വരുന്ന നെഗറ്റീവ് എനർജീസിനെയും നിങ്ങൾക്ക് പുറകോട്ടേക്ക് തള്ളി മാറ്റാനുള്ള ഒരു ഉന്മേഷവും അതിനുള്ള ഒരു ആത്മവിശ്വാസവും നിങ്ങളിൽ വരികയാണ്. പൊതുവേ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റീസ്, അതായത് നമുക്ക് സ്വയം ഒരു വിശ്വാസമില്ലായ്മ, ആത്മവിശ്വാസമില്ലായ്മ, ഇതൊക്കെ അതായത് നമ്മളെ തന്നെ നെഗറ്റീവായിട്ട് കാണുക, ഇതൊക്കെ നിങ്ങളിൽ നിന്ന് മാറുന്നുണ്ട്. പക്ഷെ ബാഹ്യമായിട്ടുള്ള നെഗറ്റീവ് എനർജീസ് ഉണ്ടല്ലോ, മറ്റുള്ളവർ നിങ്ങളെ കാണുന്ന രീതി അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് പെരുമാറുന്ന രീതി, നിങ്ങളെ താഴ്ച കെട്ടുന്നതും, ഇതിനെയും കൂടെ അതിജീവിക്കാനുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ചില സാഹചര്യങ്ങളിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക മീറ്റിങ്സ് അല്ലെങ്കിൽ കോൺഫറൻസ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ്, അതേപോലെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും കാര്യങ്ങൾ നേടാനും പറ്റുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം. നെക്സ്റ്റ് വന്നിട്ട് സ്ട്രെങ്ത് കാർഡാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ ധൈര്യത്തോടു കൂടിയിട്ട് ചെയ്യാൻ മടിച്ചിരുന്നു, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റില്ല, അയ്യോ ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യും, എനിക്ക് ഒറ്റയ്ക്കാവില്ല എന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. നിങ്ങളെ പുറകോട്ടേക്ക് വലിച്ചിരുന്ന ആ ഒരു ഭയം ഇല്ലാതാവുകയാണ്. ചില ആളുകളെ സംബന്ധിച്ചൊരു ഭയമില്ലാതാകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെ ഇതുവരെ പുറകോട്ടേക്ക് വലിച്ചിരുന്ന ആ ഭയം ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചില വ്യക്തികളായിരിക്കാം, നിങ്ങളുടെ സ്വന്തം രക്തബന്ധത്തിലുള്ള ആളുകളായിരിക്കാം, സൗഹൃദങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം ചില ആളുകളെ സംബന്ധിച്ച്. അപ്പോൾ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചില ആളുകളുടെ സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം കണക്ഷൻസ് ആവാം. ട്വിൻ ഫ്ലെയിം കണക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ചാലഞ്ചസ്, നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു എനർജിയാണ് ട്വിൻ ഫ്ലെയിം. അപ്പോൾ ഈ ഒരു ട്വിൻ ഫ്ലെയിം എനർജി ആയിരിക്കും ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലുള്ളത്. നിങ്ങളതൊരു ലൈഫ് ലോങ് റിലേഷൻഷിപ്പായിട്ട് കാണുന്നതായിരിക്കാം. പക്ഷെ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് പഠിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിതത്തെ നേരിടാൻ പഠിക്കുന്ന സാഹചര്യം. പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിലപ്പോൾ വീട് മാറുന്നുണ്ട്, നിങ്ങൾ ഹോസ്റ്റലിലേക്ക് മാറുന്നെങ്കിൽ ഇതുവരെ അച്ഛനമ്മമാരുടെയും അല്ലെങ്കിൽ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ വീട്ടിൽ കാര്യങ്ങൾ നോക്കാൻ ആളുകളുണ്ട്, നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നിരിക്കാം. നിങ്ങൾ മറ്റൊരിടത്തേക്ക് മാറുമ്പോൾ എല്ലാം തന്നെ പോയി ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ, ഒരു സാഹചര്യം, അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇതെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് 9 of Wands എനർജി കണക്ഷൻസ് ആണ്.
അപ്പോൾ പലരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ തടസ്സങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന തടസ്സം എന്നുള്ളതല്ല. അതായത് ചില സാഹചര്യങ്ങളിൽ ഇന്ന സ്ഥലം, ഇന്ന രീതി, ഇന്ന കാര്യങ്ങളിൽ നിയമങ്ങൾ ഉണ്ടാവുമല്ലോ, നിയമങ്ങൾ ലീഗലായിട്ടുള്ള ചില റൂൾസ് ഉണ്ട്. അത് നിങ്ങൾക്ക് തടസ്സമായിട്ട് തോന്നിയത് എന്തിനാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെയല്ല വേണ്ടത് എന്നുള്ളത് തോന്നലുകളൊക്കെ വരാം. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർ ഇതിങ്ങനെയൊന്നും ആവരുത്, ഇതിനെ എതിർക്കണം എന്നൊക്കെ തോന്നാം. പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതിന് ലീഗലി ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. അല്ലാത്ത പക്ഷം ഒരു റിബലായിട്ട് മുന്നോട്ടേക്ക് പോകും, ഒരു വിപ്ലവത്തിലേക്കോ ആ രീതിയിലേക്ക് പോകാതിരിക്കാം. കാരണം നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തിയും പോലെ നിങ്ങളെയും ബാധിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതനുസരിച്ച് തന്നെ മുന്നോട്ടേക്ക് പോവാം. അപ്പോൾ നിയമങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതിന് വേണ്ടുന്ന മുൻകൈ എടുക്കാം. അതും ലീഗലി ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് അറിയില്ല, അപ്പോൾ നമ്മൾ ബഹളം വയ്ക്കുക അല്ലെങ്കിൽ സിവിലൈസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ, ചില നിയമങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കേണ്ടുന്ന സമയമാണ്. ചില ആളുകളുടെ ജീവിതം ഒരു തുറന്ന പുസ്തകം എന്ന് പറയുന്ന പോലെ വരുന്നവരെല്ലാം കയറി ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെയല്ല ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. മറിച്ച് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചില സ്വകാര്യതകളുണ്ട്. ആ സ്വകാര്യതകൾ സ്വകാര്യമായിട്ട് തന്നെ വയ്ക്കുക. എല്ലാവരോടും തുറന്നു പറയാതിരിക്കുക. അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഭാവിയിൽ വിഷമിക്കേണ്ടി വരും. എല്ലാവരോടും തുറന്നു പറയുന്ന ഒരു ശീലം, പൊതുവെ വായാടി സ്വഭാവം അല്ലെങ്കിൽ വളരെ സോഷ്യലാണ് എന്ന് പറയപ്പെടുന്ന ആളുകൾ, സോഷ്യലാകുന്ന തെറ്റല്ല, പക്ഷെ എല്ലാവരോടും തുറന്നു പറയാതിരിക്കുക എന്നുള്ളതാണ്. കിങ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ് നെക്സ്റ്റ് വന്നിട്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കിങ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ഒരു ഇമോഷണലി വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇമോഷണലി വളരെയധികം കൺട്രോൾഡ് ആയിട്ടിരിക്കുക, അതായത് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ വാവിട്ട് വാക്കെന്ന് കൈവിട്ട് ആ പറയുന്ന ഒരു പ്രയോഗം ഉണ്ടല്ലോ. ഇപ്പോൾ അതായത് എന്തും ഏതും തുറന്ന് വികാരത്തിൻ്റെ പുറത്ത്, ഇപ്പോൾ ഒത്തിരി സന്തോഷമാകുമ്പോൾ എല്ലാം വിളിച്ച് പറയുന്ന ചില ആളുകളുണ്ട്, അല്ലെങ്കിൽ ദേഷ്യത്തിൻ്റെ പുറത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ച് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ദേഷ്യത്തിൻ്റെ പുറത്തല്ല, നിങ്ങളത് വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവാം. മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നൊരു തരം സ്വഭാവം ഇവിടെ കാണുന്നുണ്ട് ചില ആളുകൾ. നിങ്ങൾ ഇമോഷണൽ ആകുകയാണെങ്കിൽ നിങ്ങളെ മുതലെടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ നേടിയെടുക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞു വയ്ക്കുക. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. കരിയർ, ഫിനാൻസ് സംബന്ധിച്ച മേഖലയിൽ വളരെ നല്ലൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ആ മേഖലയിൽ ഒത്തിരി ഉയരാൻ ശ്രമിക്കേണ്ടത്, കൂടുതൽ ജോലിയിലും വിദ്യാഭ്യാസം, അതേപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്ത് കാര്യത്തിലും ശ്രദ്ധ ഊന്നുന്നതിൻ്റെ സമയമാണ്. ഇനി ബിസിനസ് ആണെങ്കിൽ ആയിക്കൊള്ളട്ടെ, ഏതെങ്കിലും ജോലി ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ ഇൻ്റർവ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ സമയമാണ്. ജോലി ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കോമ്പറ്റീറ്റീവ് എക്സാമിന് സാധ്യത കൂടുതലാണ്, വിജയ സാധ്യതകളൊക്കെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് പരിശ്രമിച്ച് മുന്നോട്ടേക്ക് പോയാൽ അതിനുള്ള സാധ്യതകളുള്ള സമയമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകും. അതേപോലെ തന്നെയാണ് വിദേശ രാജ്യത്തേക്ക് പോകുന്ന ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. വിദേശ രാജ്യത്തേക്ക് പോകുന്ന എനർജി 8 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഇനി അഥവാ ഇപ്പോൾ നിങ്ങൾ തൽക്കാലം പോകുന്നു എന്ന് കാണിച്ചാലും ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ അങ്ങനെ മറ്റൊരു രാജ്യത്തേക്ക് പൂർണ്ണമായിട്ടും ചേക്കേറി പാർക്കാനുള്ള ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. എല്ലാവരും ഒരുപോലെയല്ല, എന്നിരുന്നാലും പൊതുവെ ആ ഒരു എനർജിയാണ്. അപ്പോൾ അതിനുള്ള സാധ്യത കാണിക്കുന്നതാണ്. അതിനുവേണ്ടി ശ്രമിക്കാൻ പറ്റുന്ന സമയമാണ്. ഇപ്പോൾ നിങ്ങൾ ഇമിഗ്രേറ്റ് ചെയ്യാൻ പറ്റാതെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലോ അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ കൂടി അവിടെ നിന്ന് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോവുക, അവിടേക്ക് ഇമിഗ്രേറ്റ് ചെയ്ത് പോകാനോ ഒക്കെയുള്ളൊരു ചാൻസസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് സൂചിപ്പിക്കുന്നത്. ചില കാര്യങ്ങൾ വിട്ടു പോകുന്ന, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഇതാണ് ഇനി എവിടെയാണ് എൻ്റെ ലോകമെന്ന് ചിന്തിച്ച് നിർത്തുന്നിടത്ത് ഇനി അങ്ങോട്ടേക്ക് ഒരു മാറ്റം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട് ജീവിതം നല്ല രീതിയിൽ തന്നെ എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഓക്കെ,
പിന്നെ പ്രായമായിട്ടുള്ളവരും ഒക്കെ സംബന്ധിച്ച് വീട്ടമ്മമാർ വെറുതെ ഇരുന്ന് അനാവശ്യ ചിന്തകൾ കൊടുക്കാതെ കുറച്ച് ആക്റ്റീവായിട്ടിരിക്കാനും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.